എന്തായാലും അവിടെ നേരിട്ടെത്തി സരീഷ് കണ്ട കാഴ്ചയാണ് ഇപ്പോൾ നമ്മളോട് വിവരിച്ചത്. അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഈ സമയത്ത് ശരിക്കും ട്രെയിൻ വരികയും പോകുകയും ചെയ്യുന്ന സമയത്ത് നിരവധി യാത്രക്കാർ നിൽക്കുന്ന സമയമാണ്. ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു കെട്ടിടം ഇത്തരത്തിൽ താഴേക്ക് പതിച്ചിരുന്നത് എങ്കിൽ അത് വലിയ അപകടത്തിലേക്കൊക്കെ നീങ്ങിയേനെയും. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഉണ്ടായില്ല. ഒരു ക്ലോക്ക് ടവർ അടക്കം തകർന്നു വീഴുകയാണ് അവിടെ ചെയ്തത് എന്നുള്ളതാണ്. അത്രമാത്രം വ്യാപ്തിയുള്ള ഒരു അപകടമാണ് സംഭവിച്ചത്. എന്നാൽ വലിയ ദുരന്തം ഉണ്ടായില്ല. അവിടെ ജീവനക്കാരോ അല്ലെങ്കിൽ യാത്രക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വലിയ ദുരന്തം ഒഴിവായി, ദുരന്തം വഴിമാറി എന്നുള്ളതാണ്. വീണ്ടും സരീഷിലേക്കാണ്. സരീഷ്, ഇപ്പോൾ നിലവിൽ ഈ ഒരു കെട്ടിടം ഇത്തരത്തിൽ തകർന്നു വീണു, കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ എടുത്തു മാറ്റാനുള്ള ശ്രമമാണോ അവിടെ നടക്കുന്നത്? പോലീസ്, RPF ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥർ ഈ ഒരു സമയത്ത് അവർ എന്തെല്ലാം നടപടികളിലേക്കാണ് കടക്കുന്നത്? നിലവിൽ പ്രാഥമികമായി ഇതിനകത്ത് ആരും ഉൾപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അടിയിൽപ്പെട്ടിട്ടില്ല എന്നൊരു ഉറപ്പ് നൽകുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. ആ പരിശോധനയാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. റെയിൽവേ ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ പ്രാഥമികമായ ഒരു വിശകലനം നടത്തുകയാണ്. കാരണം എന്താണ് സംഭവിച്ചത് എന്നോ ആളുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള പ്രാഥമികമായി പോലീസിനും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനും തിരിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ എന്താണ് അടിയന്തരമായി ചെയ്യേണ്ടത്. കാരണം ആരെങ്കിലും ഉണ്ട് എന്നൊരു സംശയമെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി ആ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റേണ്ടതുണ്ട്. എവിടെയാണ് ആളുകൾ ഉണ്ടായിരുന്നത്, ആ സ്റ്റെയറിന്റെ ഭാഗത്താണെങ്കിൽ കോൺക്രീറ്റ് ഭാഗങ്ങൾ മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കേണ്ടതുള്ളത്. അല്ല, ആരുമില്ല എന്ന് ഇവർക്ക് 100%, അതായത് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് 100% ഉറപ്പാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ട്രെയിൻ എടുത്ത് മാറ്റുക, കൂടുതൽ മണ്ണുൾപ്പെടെ ഈ ട്രാക്കിലേക്ക് വീഴുന്നത് ഒഴിവാക്കുക. കാരണം ട്രാക്കിലേക്ക് കൂടുതൽ മണ്ണ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പിന്നീട് ഗതാഗത തടസ്സം, ഈ ട്രെയിൻ ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങൾ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നടന്നു വരുന്നതിൻ്റെ ഈ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗം ഇതിനോട് ചേർന്നാണ്. അപ്പോൾ അത് കൂടുതൽ തകർച്ചയിലേക്ക് പോകുന്നത് തടയുക, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കായിരിക്കും പോവുക. അങ്ങനെ 2 രക്ഷാപ്രവർത്തനമാണ് അല്ലെങ്കിൽ അടിയന്തര നടപടികളാണ് ഉള്ളത്. അതിൽ ഏത് സ്വീകരിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ പോലും പ്രാഥമികമായി അവർക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇതിനകത്ത് ആളുകളില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. എങ്കിൽ പോലും ഒരു പരിശോധന നടത്തുക എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ രീതി. അങ്ങനെ ആ ഫയർഫോഴ്സ് മുകളിൽ നിന്ന് താഴേക്ക്, അതായത് നമുക്ക് മുകളിൽ കാണാം ഷീറ്റ് ഉൾപ്പെടെ ഈ ഫ്ലോറിന് മുകളിൽ ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ട അവസ്ഥയിലാണ്. അപ്പോൾ ആ ആസ്പെറ്റോസ് ഷീറ്റ് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതെങ്കിലും രീതിയിൽ അടിയിൽ മാറ്റമുണ്ടായാൽ കൂടുതൽ ഭാഗങ്ങൾ, കാരണം ഒരേ ലിങ്ക് ചെയ്ത രീതിയിലായിരിക്കും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഈ ഷീറ്റുകൾ വിരിക്കുന്നത്. അപ്പോൾ ഒരു തൂണിൽ നിന്ന് മറ്റൊരു തൂണിലേക്ക് കൈവരിയായി കമ്പികൾ ഘടിപ്പിച്ചാണ് അങ്ങനെ ഈ തരത്തിൽ ഇത് ഘടിപ്പിക്കാറ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു അവിടെ ഈ തകർന്ന ഭാഗത്തുനിന്നും ഷീറ്റുകൾ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ താഴേക്ക് വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ബന്ധിപ്പിച്ച്, അതായത് ഈ കണക്ഷനുകൾ വിച്ഛേദിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ ഷീറ്റുകൾ നീക്കുന്ന പ്രവർത്തനത്തിലേക്ക് പോവുക. എന്തായാലും പ്രാഥമികമായൊരു അവലോകനം ഇവർ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ ഇതിനകത്ത് പെട്ടിട്ടില്ല എന്നൊരു ഉറപ്പ് കൂടി അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ ഒരു പരിശോധന കൂടി ഇപ്പോൾ എന്തായാലും നടക്കുന്നുണ്ട്. നിലവിൽ ഉദ്യോഗസ്ഥർ ആരും തന്നെ, ഒരുപക്ഷെ ആദ്യമായൊരു സംശയം ഉണ്ടായിരുന്നത് യാത്രക്കാരില്ലെങ്കിൽ ഉദ്യോഗസ്ഥരുണ്ടാകുമോ എന്നൊരു സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥർ കൂടി ഇല്ല എന്ന് ഇപ്പോൾ ഇവിടെയുള്ള ജീവനക്കാർ തന്നെ ഉറപ്പ് വരുത്തുന്നുണ്ട്. അവർ ഈ മേഖലയിൽ ഉണ്ടായിരുന്നവരാണ്, ഈ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ ക്ലോക്ക് റൂമിന് സമീപത്ത് തന്നെ കൺട്രോൾ റൂമും അതോടൊപ്പം തന്നെ ഒരു ക്ലാർക്ക് റൂമും ഉണ്ട്. ക്ലാർക്ക് റൂമിൽ ജീവനക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് കോളുകൾ വരുന്നതും അതോടൊപ്പം തന്നെ ഈ ട്രാഫിക് കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ കൂടി ഏതെങ്കിലും രീതിയിൽ ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നൊരു ഉറപ്പ് വാങ്ങുകയാണ് ഉദ്യോഗസ്ഥർ. എന്തായാലും കൂടുതൽ ജീവനക്കാരുടെ പ്രതികരണങ്ങൾ അതോടൊപ്പം തന്നെ ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നിലവിൽ ആരും തന്നെ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ തിരക്കില്ലാതിരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഇല്ലാതിരുന്ന ചേച്ചി ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നാണോ? ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഇല്ല, ആരുമില്ല. ഞങ്ങൾ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് പോയതാ. ഞങ്ങൾ ക്ലീൻ ചെയ്ത വണ്ടിയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും പോയിട്ടുണ്ട്. പിന്നെ പൂട്ടി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടുന്ന് സൗണ്ട് കേട്ടത്. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ഇവിടുന്ന് സാർമാരൊക്കെ ഓടി വരുന്നത് കണ്ടിട്ടുണ്ട്.
തൊട്ടിപ്പുറത്തെ ഒരു റൂമില്ലേ, അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതറിയില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾ ക്ലീനിങ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. എല്ലാവരും പോയിട്ടുണ്ട് ഇവിടുന്ന്. സാധാരണ ഈ സമയത്ത് പ്ലാറ്റ്ഫോമിൽ ഉദ്യോഗസ്ഥരോ ആളുകളോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, ഈ ടൈമിന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ക്ലീനിങ് കഴിയുന്ന ആ ടൈമാണ്, ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇവിടെ തൊട്ട് മുമ്പാണോ നിങ്ങളായിരുന്നോ? ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും ക്ലീൻ ചെയ്ത് പോയി. ഡോറൊക്കെ ക്ലോസ് ചെയ്ത് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അവിടുന്ന് ബാക്ക് ക്ലോസ് ചെയ്ത് വരുമ്പോഴാണ് സംഭവം. സംഭവം 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇവിടെ ജീവനക്കാരെന്ന് ഇടിയാൻ സാധ്യതയുണ്ടെന്ന് ആരെയും പറഞ്ഞിരുന്നു? അങ്ങനെ പൊളിഞ്ഞ് വീഴുന്ന സാഹചര്യം, ചെറിയ പീസുകൾ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? ഇല്ല, അതുവരെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇല്ല. ഇത് സമീപത്തെ മുറികളിൽ ഉദ്യോഗസ്ഥരുണ്ടാവാറുണ്ടോ? സമീപത്ത് ഇവിടെയൊക്കെ ആളുണ്ടാവലുണ്ട്, സാർമാരുണ്ടാവലുണ്ട്. പെട്ടികൾ സൂക്ഷിച്ച ഒരു മുറിയുണ്ടല്ലോ, അവിടെ ഉദ്യോഗസ്ഥരുണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നോ? ഇവിടെ സാധാരണ ഇല്ല. അവിടെ പിന്നെ ക്ലീനിങ്ങാരൊക്കെ ഇങ്ങനെ പോകുകയെന്നല്ലാതെ യാത്രക്കാരുണ്ടാവില്ല, പാസഞ്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഉദ്യോഗസ്ഥരുണ്ടാവലുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സാർമാർ ഓടുന്ന കണ്ടിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. അവരിവിടെ ഉണ്ടായിരുന്നോന്ന് അറിയില്ല. ഇവിടുന്ന് ഓടി വരുന്ന കണ്ട് ഒന്നായിട്ട് പുക മൂടി കിടക്കുന്നതായിരുന്നു. സംഭവ സമയത്ത് യാത്രക്കാരുണ്ടായിരുന്നു? ഇല്ല, യാത്രക്കാരുണ്ടാവില്ല. നിലവിൽ അവർ പറയുന്നത് അവർ